ജാതിഭ്രാന്ത് കൊടികുത്തി വാണ്ടിരുന്ന കാലത്താണ് കേരളത്തെ ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. ആ കാലത്തേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകുകയാണോ ചില സങ്കുചിത മത താൽപര്യക്കാരുടെ ലക്ഷ്യമെന്ന് നമുക്കുള്ളൊരു ഉത്കണ്ഠ തോന്നിപ്പോകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനു വേണ്ടി സ്കൂളുകളിൽ സുംബ നൃത്തം പഠിപ്പിക്കുക എന്ന പരിപാടി നടപ്പാക്കുന്നതിനെ ചൊല്ലിയാണ് പുതിയ കോലാഹലം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവ വികാസങ്ങളെന്ന് നോക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിനെതിരെയുള്ള ഒരു ഒത്തൊരുമയുടെ ഭാഗമാണ് ഇതെന്ന് സർക്കാർ. എന്നാൽ ആണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചെയ്യുന്നത് സംസ്കാരത്തിനും സദാചാരത്തിനും എല്ലാം എതിരായിട്ടുള്ള ഒരു ആഭാസമാണെന്നാണ് ചില മുസ്ലിം വിഭാഗങ്ങൾ പറയുന്നത്. ഈ സുംബ നൃത്തവും ലഹരി വിരുദ്ധ പോരാട്ടവും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയും മറ്റും പറയുന്നത് ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തുന്ന പോലെ ഒരു കായിക വിനോദമാണ് ഇതെന്നാണ്. വിസ്ഡം സ്റ്റുഡൻസ് പോലുള്ള സംഘടനകൾക്ക് ഇത് തീരെ ദഹിക്കുന്നില്ല. അവർ ചില യൂട്യൂബ് ചാനലുകളെ കൂട്ടുപിടിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സുംബ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പവസ്ത്രധാരിണികളായ സ്ത്രീകളൊക്കെ അഴിഞ്ഞാടുന്ന ഒരു കലാപരിപാടിയാണെന്നാണ്. എന്തായാലും വിസ്ഡം സ്റ്റുഡൻസിന് തീരെ വിസ്ഡം ഇല്ല എന്ന് ഉറപ്പിക്കാം. എന്നാൽ സ്കൂളുകളിൽ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ സുംബ നൃത്തം കുട്ടികൾ ചെയ്യുന്നത്. തലയിൽ തട്ടമിട്ട് വരുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് വരെ ആ തട്ടം ഇട്ടുകൊണ്ട് തന്നെ ഈ നൃത്തത്തിൽ പങ്കെടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാലും സുംബ നൃത്തത്തെ ചിലർ എതിർക്കുന്നത് സ്ത്രീ വിരുദ്ധതയും താലിബാനിസവും എന്നാണ് വിമർശനം. മതമാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ മതം പറഞ്ഞിരിക്കുന്നത് ഭൂമി പരന്നതെന്നാണ്. എന്നാൽ ശാസ്ത്രം ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മതവിശ്വാസം ആധാരമാക്കിയാൽ ഭൂമി പരന്നതെന്നാണ് പഠിപ്പിക്കേണ്ടി വരിക. അതുമാത്രമല്ല, ദൈവം മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. പക്ഷേ ശാസ്ത്രം അതൊക്കെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എവല്യൂഷനിലൂടെയാണ് നമ്മൾ ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മാറി പഠിക്കേണ്ടി വരും. ഒരു മിസ്മാച്ച് രണ്ടിടത്തും കൂടി വരും. അപ്പോൾ എന്ത് തന്നെയായാലും ശാസ്ത്രം ജയിക്കുമ്പോൾ മനുഷ്യൻ തോൽക്കരുത്. അപ്പോൾ ആർക്കൊക്കെയാണോ സംശയ നിവാരണം വേണ്ടത് അവരുടെയൊക്കെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പരിപാടി സർക്കാർ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി കുടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്നൊക്കെ പറയുന്നവരുണ്ട്, അവരെ അങ്ങ് വിട്ടുകളയുക. സ്കൂളുകളിൽ അക്കാഡമിക് ഇതര കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അത് ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ബോധപൂർവം വർഗീയ നിറം നൽകി മതേതരത്വത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. മാത്രമല്ല, സുംബ നൃത്തത്തിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് തീരുമാനിക്കാൻ അവരുടെ അസോസിയേഷനുണ്ട്. സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം തീരുമാനിക്കാൻ അവിടെ PTA ഉണ്ട്. വേറെ ആരെങ്കിലും ആജ്ഞാപിച്ചാൽ അത് നടപ്പിലാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സുംബയുടെ പേരിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ ആക്ഷേപിച്ചിരിക്കുകയാണ്. മോശം പരാമർശം നടത്തിയവർ അത് പിൻവലിച്ച് മാപ്പ് പറയണം. എന്തായാലും ഇത്രയും ധൈര്യം മുമ്പ് ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും സുംബ വിഷയത്തിൽ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചില മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി നടപ്പിലാക്കുന്ന ഏതോ ഒരു പദ്ധതി എന്ന നിലയിലാണ് ചിലരുടെയൊക്കെ പ്രതികരണം. അപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. കാരണം ചിലരൊക്കെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ, മതവിദ്വേഷമുണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വിദ്യാലയങ്ങളിലെ സമയക്രമ പരിഷ്കാരത്തിലും മതപഠനവുമായി ബന്ധപ്പെടുത്തി കുറച്ചുപേരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ കൂട്ടർ തന്നെയായിരിക്കാം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മതപഠനത്തിന് ഉള്ള സമയം പുനഃക്രമീകരിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്യാതെ ധാർഷ്ട്യത്തോടുകൂടി വിദ്യാലയങ്ങളിലെ സമയം മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇക്കൂട്ടരെയൊക്കെ നമ്മൾ മതരാഷ്ട്രം സ്ഥാപിക്കാനും മതസംസ്ഥാനം സ്ഥാപിക്കാനും മതജില്ല വരെ സ്ഥാപിക്കാനൊക്കെ മുന്നോട്ട് വരുന്നവരാണ് എന്നൊക്കെ അപ്പുറത്തെ കൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അതൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ ചില സന്ദർഭങ്ങളിലെങ്കിലും? പണ്ട് കാലത്ത് ഡ്രില്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സുംബ നൃത്തം കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ഇതൊക്കെ നടപ്പാക്കുന്നത്. അതുതന്നെ സ്കൂൾ യൂണിഫോം ആപാളചൂതം ധരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. അതിനൊക്കെ എന്തിനാണ് ചില സംഘടനകൾക്ക് ഹാലിളകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും അവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. PT സാറന്മാരെ നിയമിക്കാതെയാണോ ഈ പരിപാടിക്ക് മുന്നോട്ടിറങ്ങുന്നതെന്ന്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. PT സാറന്മാരുടെ വേക്കൻസി പല സ്കൂളുകളിലും നിലവിലുണ്ട്. അതിന് സർക്കാരൊട്ട് ഒന്നും ചെയ്യുന്നില്ല താനും. വിദ്യാലയങ്ങളിലെ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടത് മതസംഘടനകളല്ല എന്ന് ABVP പറയുന്നു. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തല്ല, മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ, അതായത് ലഹരിക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ക്യാമ്പയിനുകൾ പറ്റും എന്നുള്ള യോഗത്തിൽ എല്ലാവരും കൂടി അംഗീകരിച്ച ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യമാണ്, ഒരു ഇനിഷ്യേറ്റീവാണ് ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത്
പലപ്പോഴുമൊക്കെ ഇതേ കണക്ക് മതസംഘടനകൾ പല കാര്യങ്ങളും എതിർക്കുമ്പോഴത്തേക്ക് കുറച്ച് വോട്ടിന് വേണ്ടി വോട്ട് ബാങ്ക് നോക്കിയിട്ട് സർക്കാർ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിരുന്നു പതിവ്. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടി വളരെ ഫേമായിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതിലും ABVP അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. KSTA കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സുംബ നൃത്തത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ് ഇവരെല്ലാം ഈ സുംബ നൃത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, പണ്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ എല്ലാ സംഘടനകളും പങ്കെടുത്തതാണ്. അന്നൊന്നും യാതൊരു കുഴപ്പവും പറയാത്തവർ, അതിനുശേഷവും യാതൊരു കുഴപ്പവും പറയാത്തവർ ഇപ്പോൾ കുറച്ച് കുഴപ്പങ്ങളും പറഞ്ഞ് ഇതിനെ എതിർത്തുകൊണ്ട് തെരുവിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും ഇത്തരക്കാർക്ക് അനുകൂലമായിട്ട് സർക്കാർ തീരുമാനങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ അവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ നേരിയ രീതിയിലെങ്കിലും അത് വലിയ വിപത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെയൊക്കെ എതിർത്തില്ലെങ്കിൽ അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വെള്ളവും വളവും നൽകുന്നത് പോലെയാകും. AKSTU ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും ഈ സുംബ നൃത്തത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാർ നടത്തുന്ന പരിഷ്കാരങ്ങളൊക്കെ അനിവാര്യമായ പരിഷ്കാരങ്ങൾ തന്നെയാണെന്ന് അവർ പറയുന്നു. അതായത് ഇപ്പോൾ 2 പരിഷ്കാരങ്ങളാണ്. ഒന്ന് സ്കൂൾ സമയമാറ്റം, പിന്നെ ഈ സുംബ നൃത്തം. ഇത് രണ്ടും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണെന്നാണ് അവരുടെ അഭിപ്രായം. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാൻ എല്ലാത്തരം കായിക പ്രവർത്തനങ്ങൾക്കും പരിശീലനങ്ങൾക്കും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം എന്ത് നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്.